പതിനൊന്നാമത്തെയാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. വായിച്ചോ, താഴോട്ടുള്ള വാക്യങ്ങൾ 24 വരെയല്ലേ ഇപ്പം വായിച്ച് നിർത്തിയേക്കുന്നത് അല്ലേ? 25 തൊട്ട് വായിച്ചോ. ഇനി എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. യെസ്, വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിൻ്റെ അർത്ഥം എന്നാ? ഹി വാസ് ഫുള്ളി കോൺഫിഡൻറ്റ് അബൌട്ട് വാട്ട് ഹി ഡിഡ്. താൻ ചെയ്ത ശുശ്രൂഷയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്ത് എഴുതേണ്ടതെന്ന് പറഞ്ഞുതരാം. ഒരു നേതാവ് താൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളവനായിരിക്കണം. ഒരു നേതാവ് താൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളവനായിരിക്കണം. ഞാനങ്ങനെ പറഞ്ഞില്ലായിരുന്നു എന്ന് പിന്നെ പറയാൻ പറ്റത്തില്ല. അല്ലെ ഞാനത് അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റത്തില്ല. താൻ നല്ല ബോധ്യം വേണം. വാട്ട് ഐ ആം ഗോയിങ് ടു ഡു, ഞാൻ എന്താ ചെയ്തേ. ആ വാക്യം ഒന്നുകൂടി ഇനി വായിച്ചോ നിങ്ങൾ. ദൈവത്തിൻ്റെ ആലോചന ഞാൻ ഒട്ടും മറച്ചു വെച്ചിട്ടില്ല, ഞാൻ മുഴുവനും നിങ്ങളെ അറിയിച്ചു. ഇനി നശിച്ചാൽ ഞാൻ കുറ്റക്കാരനല്ല, ബിക്കോസ് ഐ ഹാവ് ഡൺ മൈ ബെസ്റ്റ്. നമ്മൾ പലപ്പോഴും മുഴുവൻ പറയത്തില്ല. കാര്യം എന്നാ? അത് അയാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുമോ? അത് ഏതുപോലാണെന്നറിയാമോ? ഒരു ക്യാൻസറിനെ ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് മുഴുവൻ എടുത്ത അവന് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ച് പകുതി എടുത്ത് കളയുന്നതുകൊണ്ടിരിക്കും. പ്രവാചകൻ അതിനെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? ശരീരം മുഴുവനും വ്രണമാണ്, വെച്ച് കെട്ടിയിട്ടില്ല, ഞെക്കിപ്പൊഴിച്ച് കഴുകിയിട്ടില്ല. അയ്യോ ഇതിങ്ങനെ തേച്ചൊരച്ചാൽ എന്ത് ചെയ്യും? കൊച്ചിന് വേദനിക്കെന്ന് പറഞ്ഞ് തേച്ചൊഴിച്ച് കളയാതിരുന്നാൽ അതെന്തായി? പുഴുത്ത് ചാവും കൊച്ച്. അപ്പം ഈ പണ്ടത്തെ കാലത്തൊക്കെ തീക്കരപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു അസുഖം ഉണ്ടായിരുന്നു. കരപ്പൻ്റെ അങ്ങ് അക്യൂട്ട് ഫോമാണ് തീക്കരപ്പൻ. ശരീരം മുഴുവൻ ചൊറി വന്നിട്ട് ചെത്തിയ ചേന പോലെ ഇരിക്കും കണ്ടാൽ, ചെലവും പഴുപ്പും എല്ലാമായിട്ട്. കുട്ടികൾക്ക് വരുന്നൊരു അസുഖമാണ്. ഇതിനെ കുളിപ്പിക്കാൻ കൊണ്ട് വാഴയിലയിലാണ് കിടത്തുക. കിടത്തിട്ട് ഒലച്ച് കഴുകുമോ? ഒരു ഈ അത് തന്നെ ഇഞ്ചയോ അല്ലെങ്കിൽ വേറെ സാധനമുണ്ട്, പുള്ളിയുടെ ഇല അല്ലെങ്കിൽ വേറെ എണ്ണമുണ്ട്, ഈ പീച്ചിങ്ങ പോലത്തെ ഒരു സാധനമുണ്ട്. എന്നിട്ട് അങ്ങോട്ട് തേച്ച് ചോര വരുന്നിടം വരെ. എനിക്ക് അസുഖം വന്നിട്ടുണ്ടായിരുന്നെന്നാ പറയണേ. വിശുദ്ധന്മാർക്കെല്ലാം വരും. അതാ ഒരു മനസാക്ഷിയില്ലാതെ കാണുന്നത് നാട് മുഴുവൻ കേൾക്കായി കൊച്ച്. കാരണം നേരം വെളുക്കുമ്പോഴത്തേന് ഇതിങ്ങനെ പഴുത്തിങ്ങനെ അത് ഇങ്ങനെ ഒഴിച്ച് അതിനകത്ത് അന്നൊന്നും ഡെറ്റോൾ വാങ്ങിക്കാൻ പോലും കാശില്ല. ലേശം ഉപ്പ ഇടുക. തീർന്നോ? ഇന്ന് കുട്ടപ്പനായിരിക്കുന്നതിന്റെ കാര്യം അതാ. കുറച്ച് കഴിയതാ, കുറച്ച് കഴിയുകൊണ്ടാ ഞാൻ പറഞ്ഞു. കുറച്ച് കഴിയുകൊണ്ടാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം തന്നെ. അപ്പോഴത്തെ ചില പിള്ളേർ കാറി നാട് മുഴുവൻ നടക്കുന്നേ. ഒരു മനസാക്ഷിയില്ലാതെ അമ്മ, ഒരു മനസാക്ഷിയില്ലാതെ. അവിടെ മനസാക്ഷി വിചാരിച്ചാ കൊച്ചിൻ്റെ ജീവനാ. ഇത് ഉള്ളിലോട്ട് വലിഞ്ഞാൽ എന്താണെന്നറിയാം, പിന്നെ പോക്കാ. കൊച്ചു പിന്നെ ജീവിക്കത്തില്ല. അപ്പോൾ ചില ദൈവദാസന്മാരൊക്കെ ചിലപ്പോൾ ഇത്ര കഠിനമായിട്ട് കർക്കശമായിട്ട് ഇടപെടുന്നതിൻ്റെ കാര്യം എന്നാ? ഇത് ക്യാൻസറാണെന്നറിയാം. ആശുപത്രി ചെല്ലുമ്പോൾ പഴുപ്പ് മുട്ടോളം എത്തി, മുട്ടിനവിടെ വെച്ച് മുറിച്ച് കളഞ്ഞേ പറ്റൂ. കഴിഞ്ഞില്ലെങ്കിലോ
പിന്നെ മുഴുവൻ പോവും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വളരെ പാഷനേറ്റ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു, പ്രയോജനമുള്ളതൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, മറച്ചു വെച്ചിട്ടില്ല. വഴക്ക് പറഞ്ഞിട്ടുണ്ട് പൗലോസ്, ബുദ്ധി ഉപദേശിച്ചിട്ടുണ്ട്, ശാസിച്ചിട്ടുണ്ട്, തർജ്ജനം ചെയ്തിട്ടുണ്ട്. എന്തിനായിരുന്നു ഇതൊക്കെ? നിങ്ങൾ ആരും നശിച്ചു പോകരുതെന്ന് വെച്ചിട്ട്. അതുകൊണ്ടാണ് ബൈബിൾ സ്കൂളിൽ ചിലപ്പോൾ സ്ട്രിക്റ്റ് ആകുന്നത്. ഞങ്ങൾ എത്രയോ പേര് പെട്ടിയെടുത്ത് പോയിട്ടുണ്ട്, പറ്റാത്തില്ല ഇവിടുന്ന്. പക്ഷെ സഹിച്ചവരെല്ലാം കൂടെ ഇന്ന് വാഴുന്നുണ്ട്. കാര്യം എന്നാണെന്നറിയാമോ? നാളെ നീ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്നത് കാണണം. ഇപ്പുറത്ത് മാറിയെന്ന് എനിക്ക് ആമേനും അല്ലേലും പറയണമെങ്കിൽ നീ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്നത് കാണാൻ വേണ്ടിയാ ഇങ്ങനെ തേച്ച് ഉരച്ച് കഴുകുന്നത്. പ്രവാചകൻ പറയുന്നില്ലേ, തേച്ച് കഴുകിയിട്ടില്ല, ഉപ്പ് തേച്ചിട്ടില്ല, ശരീരത്തെ വൃത്തിയാക്കിയിട്ടില്ല. എന്താ കാരണം? വല്ലവൻ്റെ കുഞ്ഞാ, അവനവൻ്റെ കുഞ്ഞാകുമ്പോൾ സഹിക്കില്ല. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഐ ഡിഡ് ഓൾ ദീസ് തിങ്സ്. എന്തിനാ? പ്രയോജനമുള്ളത് ഒന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല. 24 തൊട്ട് കൊണ്ട് വായിക്കേ. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങളാരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്യേണ്ടതെല്ലാം പൂർണ്ണമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്. യുനോ, എ ക്രിസ്ത്യൻ ലീഡർ ഷുഡ് ബി ഫുള്ളി സാറ്റിസ്ഫൈഡ്. സംതൃപ്തനായിരിക്കണം തൻ്റെ ശുശ്രൂഷയിൽ. സംതൃപ്തി നിറഞ്ഞ ഒരു ശുശ്രൂഷ. പ്രസംഗിച്ചു കഴിഞ്ഞാൽ, പാടിക്കഴിഞ്ഞാൽ, ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഐ ഡിഡ് മൈ ബെസ്റ്റ്. ദൈവത്തിൻ്റെ ആലോചന മുഴുവനായി നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തി തരുന്നതിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല, അല്ലെങ്കിൽ ഞാനൊന്നും എന്ത് ചെയ്തിട്ടില്ല, മറച്ചു വെച്ചിട്ടില്ല. ഒരിക്കലും ഒരു ദൈവദാസന് അവസാനം പറയാൻ പറ്റുമോ? അതൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, നമ്മളെ ചർച്ചിലെ പെൺപിള്ളേരൊക്കെ ചിലപ്പോൾ കല്യാണം കഴിച്ച് പോകുമ്പോൾ ഇതൊന്ന് പറഞ്ഞിച്ച് വിടണമായിരുന്നു ആ പിള്ളേരോട്. ഇതും കൂടെ ഒന്ന് അവർക്ക് എന്ത് ചെയ്യണമായിരുന്നു, അവരോട് പറഞ്ഞു കൊടുക്കണമായിരുന്നു. 10-23 വർഷം കുറിച്ച് അമ്മ പറഞ്ഞു കൊടുത്തിട്ട് കേൾക്കാത്ത ഒന്നും പിന്നെ അവസാന നേരത്തെ പാസ് പറഞ്ഞു കൊടുത്താൽ തലയിൽ കയറില്ല. എങ്കിലും എൻ്റെ ഭാഗം ഞാനത് ചെയ്യാതെ പോയല്ലോ. ഞാനിപ്പം വാങ്ങാൻ കഴിയാൻ പോകുന്ന പിള്ളേരുടെ എല്ലാം ഞാൻ 2-3 ഓഫീസിൽ വരാൻ പറയും. വന്നിട്ട് വിത്ത് പെർമിഷൻ ചില കാര്യങ്ങൾ ഞാൻ അവർക്ക് ബുദ്ധിമുപദേശം കൊടുക്കും. കുഞ്ഞേ, കഴിഞ്ഞ ഇത്രയും വർഷ ജീവിതത്തിൽ നിന്ന് ഞാൻ 1-2 കാര്യം നിനക്ക് പറഞ്ഞുതരാം. ഈ അടുത്തുള്ള കല്യാണം കഴിഞ്ഞോട്ട് പറഞ്ഞു, അവരോട് പറഞ്ഞു, അമ്മയില്ലാതെ അവനെ വളർത്തിക്കൊണ്ട് വന്നത് അവൻ്റെ അപ്പൻ. അപ്പോൾ നിൻ്റെ ചുമതല അവൻ്റെ ഭാര്യയായിരിക്കുക എന്നുള്ളത് മാത്രമല്ല, നീ ആ മനുഷ്യൻ്റെ ആശ്വാസമായിരിക്കണം. അവൾ അമ്മയില്ലാത്ത കുറവ് നീ എന്ത് ചെയ്യണം, തീർക്കണം. അതുകൊണ്ട് അപ്പൻ്റെ കൂടെ കയറി കിടക്കാനല്ല ഞാനീ പറഞ്ഞത്. അമ്മയില്ലാത്ത കുറവ് നീ എന്ത് ചെയ്യണം, തീർക്കണം. നിന്നെ ചൊല്ലി ആ അപ്പൻ എന്ത് ചെയ്യരുത്, വേദനിക്കാൻ ഇടവരരുത്. ചെറുക്കനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, അപ്പനില്ലാതെ അമ്മ വളർത്തിക്കൊണ്ട് വന്നൊരു കൊച്ചായത്. ഇനി നീ ആയിരിക്കണം ആ വീട്ടിൻ്റെ അപ്പനായിട്ട് നീ ചെല്ലുന്നത്. ഒരിക്കലും നീ മൂലം കണ്ണീര് കുടുംബം എന്ത് ചെയ്യരുത്. അപ്പോൾ നിൻ്റെ ചുമതല ഒരു മരുമോൻ എന്നുള്ളത് മാത്രമല്ല, നിൻ്റെ ചുമതല ആ വീടിൻ്റെ മുഴുവൻ സംരക്ഷകനും പരിപാലകനുമാണ് നീ. ആ ബോധ്യം നിനക്ക് വേണം. ഞാൻ 2 പേരെയും വിളിച്ച് വ്യത്യസ്തം പറഞ്ഞു കൊടുത്തു. അതല്ലാത്ത ഒന്നും നിങ്ങളെക്കുറിച്ച് കേൾക്കാൻ എന്ത് ചെയ്യരുത്, ഇടവരരുത്. എൻ്റെ ഭാര്യയായിട്ട് മാത്രമല്ല നീ അവിടെ പോകുന്നത്, അവിടെ ഒരു അമ്മയുടെ കുറവുണ്ട്. അതും കൂടെ നീ എന്ത് ചെയ്യണം, തീർക്കണം. നീ മരുമോനായിട്ട് മാത്രമല്ല ഇവിടെ വരുന്നത്, അവിടെ ഒരു പിതാവിൻ്റെ കുറവാണ് ഉള്ളത്. നീ ഒരു പിതാവായിട്ട് എന്ത് ചെയ്യണം, അവിടെ ആയിരിക്കണം. അത് ഭരിക്കാൻ പോകണമെന്നല്ല, ഒരു സംരക്ഷണം. എനിക്കെൻ്റെ മോനുണ്ട്,
ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞങ്ങളുടെ മോനുണ്ട് എന്ന് തോന്നുന്ന വിധത്തിലായിരിക്കണം നീ എന്ത് ചെയ്യേണ്ടത്, അവിടെ പെരുമാറുകയും അതിനപ്പുറമായിട്ടൊന്നും അതിനെതിരായിട്ടൊന്നും കേൾക്കാൻ എന്ത് ചെയ്യരുത്, ഇടവരുത്തരുത്. നമ്മുടെയൊക്കെ പെൺപിള്ളാരോട് നമ്മുടെയൊക്കെ പെൺമക്കളോട് നമ്മളിത് പറഞ്ഞു കൊടുക്കണം, പെങ്ങന്മാരോട് പറഞ്ഞു കൊടുക്കണം. ഇടി പറ്റിയില്ലെങ്കിൽ നീ ഇങ്ങ് പോരടി ഞാൻ നോക്കിക്കോളാം എന്നല്ല പറയേണ്ടത്, അല്ല ഒരിക്കലും പറയരുത്. അവളെ പറഞ്ഞു വിടുന്നത് നിന്നെ ഉന്തിത്തള്ളി വിടുക അല്ല, പക്ഷെ നീ അവിടെ ചെല്ലുന്നവർക്കൊരു ആശ്വാസമായിക്കണം. എല്ലാം കണ്ട് കേട്ട് അല്ലാണ്ട് നീ അവനെ എന്ത് ചെയ്യണം, തലയണ മന്ത്രമൊക്കെ ഊതി അവനെയും കൊണ്ട് അവിടുന്ന് പിടിപ്പിച്ച് ഇങ്ങോട്ട് പോരുകയല്ല വേണ്ടത്. നീ ഒരാശ്വാസമായിരിക്കണം. നിന്നെ ഈ സഭയിൽ നിന്ന് വിട്ടത് ഞങ്ങൾക്കൊരു ആശ്വാസമായിരിക്കണം. ആ സഭക്കാർ പറയണം ഈ ടൈപ്പ് ഇനിയും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സഭയിലോട്ട് ഞങ്ങളുടെ അടുത്ത പിള്ളേർക്ക് ഇവിടുന്ന് തന്നെ വേണമെന്ന് പറയണം. ഇനി ഒരെണ്ണത്തിനെ ആ സഭയിൽ നിന്ന് എടുക്കല്ലേ എന്ന് എന്ത് ചെയ്യരുത്, ആരും പറയരുത്. ഒരു ശുശ്രൂഷ എന്നുള്ള രീതിയിൽ ആ രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ അടുത്ത തലമുറയെ നിങ്ങളുടെ വിശ്വാസികളെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി അടുത്ത വാക്യം. നിങ്ങളെ തന്നെ താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളും. ശ്രദ്ധിച്ചേ, എ ലീഡർ, ഒരു നേതാവ് സ്വയം സൂക്ഷിക്കുന്നവനും, എഴുതിക്കോ 2 പോയിന്റായിട്ട് എഴുതാം. ഒരു നേതാവ് സ്വയം സൂക്ഷിക്കുന്നവനായിരിക്കും. അടുത്തത് മറ്റുള്ളവരെ സൂക്ഷിക്കുവാൻ പ്രാപ്തനാക്കുന്നവനും ആയിരിക്കും. സ്വയം സൂക്ഷിക്കുക മാത്രമല്ല, മറ്റുള്ളവരും തന്നെത്താൻ സൂക്ഷിക്കാനായിട്ട് അവരെ എന്ത് ചെയ്യും, പ്രാപ്തനാക്കുക. നോക്കി ആ വാക്യം നിങ്ങൾ ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളെ തന്നെ അത് എന്ത് ചെയ്യണം, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. അതൊരു വലിയ വിഷയമാണ്. പലർക്കും നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇല്ലേ. വിവാഹ സമയത്ത് ഒരു വിവാഹത്തിൻ്റെ പ്രസംഗം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് ഉഗ്രനായിട്ടൊന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ 7 പോയിന്റ് ഒരു നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നത് എങ്ങനെ, ഒരു നല്ല ഭർത്താവ് എങ്ങനെ ആയിരിക്കാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ജോസഫ് വേണമെങ്കിൽ പ്രസംഗിച്ചോളൂ. അതിന് കല്യാണം കഴിക്കൊന്നും വേണ്ട. കാപ്പിപ്പൊടി അച്ഛൻ പ്രസംഗിക്കുന്ന പോലെ ആർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം. അതിന് കുറെ പോയിന്റ്സ് ഒക്കെ ഇഷ്ടം പോലെ കിട്ടും. അവനവൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ നല്ല പങ്ക് മാരേജ് കൗൺസിലേഴ്സിൻ്റെയും ജീവിതം ഡൈവോഴ്സ് ചെയ്ത് അവസാനിച്ചിരിക്കുക. കാര്യം എന്നാ, സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കരുത്. അപ്പോൾ ഒരു നേതാവ് ആദ്യം എന്ത് ചെയ്യണം, സ്വയം സൂക്ഷിക്കണം. അപ്പോൾ പൗലോസ് തിമോത്തിയോസിൻ്റെ ലേഖനം എഴുതുമ്പോൾ നിന്നെ തന്നെയും, നീ നിന്നെ തന്നെ സൂക്ഷിക്കുക. ആരും നിന്റെ യൗവനം എന്ത് ചെയ്യരുത്, തുച്ഛീകരിക്കരുത്. ഗാർഡ് യുവർസെൽഫ്. ഉത്തമഗീതത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടത്തെ എന്ത് ചെയ്തില്ല, കാത്തില്ല. ഞാൻ എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടത്തെ ഞാൻ എന്ത് ചെയ്തില്ല. പക്ഷേ ഏതൊന്ന് ഉത്തമഗീതം 1-ന്റെ ഞാൻ പറഞ്ഞിട്ട് ഒരു പുസ്തകത്തെ കുറിച്ച് അറിയാതിരിക്കുന്നതിനേക്കാളും വേറെ ഒരു പുസ്തകം നന്നായിട്ട് അറിയല്ലേ. പിന്നെ 1-6 എനിക്ക് ഇഷ്ടമുള്ളൊരു പുസ്തകം ഉത്തമഗീതം. എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തില്ല. ഒത്തിരി ദേവദാസന്മാർക്ക് പറ്റിയേക്കുന്ന പരാജയത. അവരുടെ മക്കളൊക്കെ എന്ത് ചെയ്യും, എന്താ കാരണം? വീട്ടിൽ മക്കളോടുകൂടെ സമയം ചെലവഴിക്കാനില്ല. വീട്ടിൽ സ്വന്തം മക്കളോടുകൂടെ സമയം ചെലവഴിക്കാൻ അവർക്ക് നേരമില്ല. അപ്പോൾ അവർ പിന്നെ കൂട്ടുകാരുടെ കൂടെ, അല്ലെങ്കിൽ തമ്മിൽ വിശ്വാസിയുടെ വീട്ടില, അല്ലെങ്കിൽ സെക്രട്ടറിയുടെ വീട്ടില. അതാണ് സെക്രട്ടറിയുടെ മോളുമായിട്ട് കയറി ഓർത്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എപ്പോഴും അവിടെ അല്ലേ. അവനവൻ്റെ വീട്ടിൽ എന്തില്ല. സിനിമയ്ക്ക് വളരെ ദയനീയം. ഞാൻ എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടത്തെ ദൈവദാസനോടെല്ലാം ഞാൻ പറയാം, പ്ലീസ് ടേക്ക് ടൈം ടു ഗാർഡ് യുവർ ഫാമിലി. നിങ്ങളുടെ സ്വന്തം കുടുംബത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. ലോകം മുഴുവൻ നേടിയിട്ട്
നമ്മുടെ കുടുംബം നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എത്ര ദയനീയമായിരിക്കും. കേട്ടിട്ടില്ലേ? എത്രയോ ദൈവദാസന്മാരുടെ ഭാര്യമാർ ആരുടെ കൂടെ പോയി? ഡ്രൈവറുടെ കൂടെ പോയി. എന്താ കാരണം? ഷോപ്പിങ്ങിന് കൊണ്ടുവന്ന ഡ്രൈവർ. എല്ലാ വേദനകളും പങ്കിടുന്നത് ആരോടാ? ഡ്രൈവറോടാ. ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ആരോടാ? ഡ്രൈവറോടാ. അച്ഛന് നേരമില്ലല്ലോ, അച്ഛന് ശുശ്രൂഷയല്ലേ. ഇത് പാവപ്പെട്ട വീട്ടിൽ ഒന്നല്ല ഞാൻ ഈ പറയണേ. സ്റ്റേജ് ഇളക്കിയ വമ്പന്മാരാ. സ്വന്തം മുന്തിരിത്തോട്ടത്തെ കാത്തില്ല. പൗലോസ് പറയുന്നു, നിങ്ങളെ തന്നെയും. 28-ാം വാക്യല്ലേ? നിങ്ങളെ തന്നെയും ആ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിക്കുക. 2 responsibilities of a leader. ഒരു നേതാവ് സ്വയം സൂക്ഷിക്കുന്നവനായിരിക്കണം, തൻ്റെ കൂടെയുള്ളവരെയും കൂടെ സൂക്ഷിക്കുന്നവനായിരിക്കണം. തൻ്റെ കൂടെയുള്ളവരെയും സൂക്ഷിക്കണം. സ്വയം സൂക്ഷിക്കുകയും വേണം, തൻ്റെ കൂടെയുള്ളവരെയും കൂടെ. ദൈവം നിനക്ക്, ഞാൻ പറഞ്ഞു, ദൈവം നിനക്ക് 10 ആത്മാക്കളെ തന്നുള്ള ആ 10 ആത്മാക്കളുടെയും ചുമതല നിങ്ങൾക്ക് തന്നെ. അപ്പൊ സ്വയം സൂക്ഷിക്കണം. ഒരു ലീഡർ എന്ത് ചെയ്യണം? തൻ്റെ കൂടെ നിൽക്കുന്ന, ദൈവം ആക്കി തന്നിരിക്കുന്ന അവരെയും കൂടെ സൂക്ഷിക്കാനുള്ളൊരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഒരു ലീഡറുണ്ട്. എനിക്ക് എൻ്റെ കാര്യം എന്ന് പറഞ്ഞ് ഒരിക്കലും എന്ത് ചെയ്യരുത്. ഒരിക്കലും. നിന്റെ ഒരു ആവശ്യം പോലെ തന്നെയാണ് നിന്റെ വിശ്വാസിയുടെ ആവശ്യം. നിന്റെ ഒരു ആവശ്യം പോലെ തന്നെ. നിനക്കൊരാവശ്യം വന്നാൽ നീ ഫണ്ട് കണ്ടെത്തുമല്ലോ, ഇല്ലേ? ഇല്ലേ? ഇപ്പം നിന്റെ ഭാര്യയ്ക്ക് അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടുന്നെങ്കിലും പൈസ ഉണ്ടാവില്ലേ? ഉണ്ടാക്കില്ലേ? ഉണ്ടാക്കും. നിന്റെ സഭയിലൊരു വിശ്വാസിക്കാണെങ്കിലോ, ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, സിസ്റ്ററെ ഞാൻ പ്രാർത്ഥിക്കാം, കുറച്ചുകൂടെ നോക്ക്. നീ പറയണം, സിസ്റ്റർ ധൈര്യമായിട്ട് പോകും, ഞാൻ ഹെൽപ്പ് ചെയ്യാം, ധൈര്യമായിട്ട് പോകും. കാരണം അവർ നിൻ്റെയാണ്. അതുകൊണ്ടല്ലേ ഇത്രയും കാര്യങ്ങൾ ഈ സഭയിൽ നിന്ന് ചെയ്യുന്നതിൻ്റെ കാര്യം മുഴുവൻ എന്നാ. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ദേവദാസൻ്റെ മകന് ഒരു നല്ലൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് പോയി ചെയ്യേ. ഓപ്പറേഷൻ്റെ തലേന്ന് തന്നെ ഓപ്പറേഷന് ആശുപത്രിക്കാർ എത്ര രൂപയാണെന്ന് പറഞ്ഞ് മുഴുവൻ എടുത്ത് കൈ കൊടുത്തു. ഓപ്പറേഷൻ ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് തിരിച്ചു കൊണ്ടുതരാൻ പറഞ്ഞു. ബാക്കി കുറച്ച് പൈസ കൊണ്ടുതന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, മറ്റേത് എൻ്റെ സംഭാവനയായിട്ട് എടുത്തോളാം പറഞ്ഞു. ഇത് ഭാരപ്പെടണ്ട. കാരണം എൻ്റെ മോനായത് വന്നെങ്കിൽ, എൻ്റെ കൊച്ചുമോക്കായത് വന്നെങ്കിൽ ഞാൻ പൈസ കാണില്ലേ. അതുകൊണ്ട് തന്നെ ഒരു ആവശ്യം വരുമ്പോൾ എന്നാണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം നമ്മുടെ രാവിലെ ഒരു ആവശ്യം വന്നപ്പോൾ ഒരു വിശ്വാസി എല്ലാം പ്രാർത്ഥന കഴിഞ്ഞ് പോകാൻ നേരത്തെ കൈ കിടന്ന് വളയും കൂരി വന്നു, പക്ഷേ ഇത് വിറ്റ് ആ കാര്യം നടത്താൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ആഭരണം വലിയ ഇഷ്ടമല്ല. ഇത് മുക്കാണെങ്കിൽ ഊരി തരാൻ കൊള്ളൂ. നമ്മുടെ അവരുടെ കാര്യം, വിവാഹ കാര്യത്തിന് ആരുമില്ല. അതൊരു വെച്ചായിരുന്നു. ഞാൻ സഭയിൽ പറഞ്ഞു, അഖിലയുടെ കല്യാണത്തിന് സഭയൊക്കെ പറഞ്ഞു. സഭയിലൊരു വിശ്വാസി വിശ്വാസി എന്ത് ചെയ്തെന്ന് അറിയുമോ? കൈ തന്നു വെച്ചാൽ 60,000 രൂപ ഉണ്ടായിരുന്നു. നീ എടുത്ത് കൊടുക്ക്, നീ എടുത്ത് എറിയേ. അതുകൊണ്ടാണ് ഞാൻ ആഭരണം ഇട്ടവർക്ക് ആർക്കും എതിരല്ല. കാരണം ദൈവം അവരുടെ ഹൃദയത്തിൽ എപ്പോഴാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇതെല്ലാം കൂടെ തിന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് എന്നാ കാര്യമുള്ളേ? ഊരി തരാൻ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇടാനല്ല ഞാൻ പറഞ്ഞേ. ഇട്ട് വരുന്നവരെ ഒന്നും പടക്കരുത്. കർത്താവ് എന്ത് ചെയ്യും? സമയമാകുമ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും? തരിപ്പിക്കും. ഇത് ദൈവരാജ്യത്തിനുള്ളതാ, അല്ലാതെ അത് ദഹിക്കത്തുമില്ല അവർക്ക്. ദൈവം അവരുടെ വെച്ചിരിക്കുക. കാരണം ഇത് സൂക്ഷിച്ചിട്ട് വെച്ചേക്കെന്നറിയാം. സമയമാകുമ്പോൾ എന്ത് ചെയ്യും? ദൈവം പറയും,
ഇത് കൊടുക്കുക. അങ്ങനെ അവർ കൊടുക്കും. അങ്ങനെയുള്ള നമ്മളെ എല്ലാ വിശ്വാസികളും ആ കാര്യത്തിൽ എനിക്ക് നല്ല ഓർമ്മ. നീ എടുത്ത് ചെയ്യ, നീ എടുത്ത് എറിയ. എത്രയോ അത്ഭുതങ്ങൾ പറയാനുണ്ടെന്ന് പറയുമ്പോൾ ദൈവം തമ്പുരാൻ ഇങ്ങനെ നടത്തിയ എത്ര 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 കാര്യങ്ങൾ. അത് എൻ്റെ ഒരു വിഷയമായിട്ട് നീ ഏറ്റെടുക്കുക. അതെൻ്റെ ഒരു വിഷയമായിട്ട് എടുക്കുക. ഈയിടെ നമ്മുടെ ഒരു ദിവസം ദശാംശം ഇട്ടിട്ട് കുറച്ച് ആളായി. ഞാൻ എന്നാ ദശാംശം ഇടാതെ ചോദിച്ചു. വളരെ പരിതാപത്തിലാണെന്ന് പറഞ്ഞു. ഇതാ പ്രശ്നം തീർക്കുക, എല്ലാം തീർക്കുക. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? ജീവിതത്തെ അനുഭവിച്ചുകൊണ്ടാണ് പറയണേ. എനിക്ക് ഈ സഭയ്ക്ക് ഇത്ര ലക്ഷം രൂപ ഫണ്ടുണ്ടെന്ന് പറയുന്നതിന് എനിക്ക് ഒരു താല്പര്യമില്ലാത്ത മനുഷ്യനാണ്. ഒരു മാസം ഇവിടുന്ന് ചാരിറ്റിക്ക് വേണ്ടി ചിലവാക്കുന്ന പൈസ ചില്ലറയൊന്നുമല്ല. ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മുടെ സഹോദരി മരിച്ചില്ല, ഞാൻ പറഞ്ഞല്ലോ. ഒരു സഹോദരൻ പാസ്റ്ററെ അവരുടെ ശവക്കോട്ടയിൽ എത്രയാണ്? 5000. ഞാൻ തന്നേക്കാം, ഗൂഗിൾ പേ ഉണ്ടോ പാസ്റ്റർ? ഞാൻ പറഞ്ഞു എനിക്ക് ഗൂഗിൾ പേ ഇല്ല. ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, മോനുണ്ടെന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും നമുക്ക് കിട്ടില്ലല്ലോ. യോഗം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് അവരതിനകത്തോട്ട് 5000 രൂപ ഇട്ടാ പോയെ. നീ എടുത്തെറിയപ്പാ. നിനക്ക് വേണ്ടി ഒന്നും നീ ചർച്ച വയ്ക്കണ്ട. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതിൻ്റെ ഇഷ്ടം പോലെ അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇഷ്ടം പോലെ. നിന്നെ തന്നെയും നമ്മളെ തന്നെ സൂക്ഷിച്ചാൽ മാത്രം പോരാ, പിന്നെ ദൈവം തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ഒരു സഭയാ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കുന്നേ. നിന്റെ വിശ്വാസിയുടെ വില നീ മനസ്സിലാക്കണം. തമ്പുരാൻ രക്തം കൊടുത്ത് വാങ്ങിച്ച വിശ്വാസിയാ നീ. ചുമ്മാ ചീപ്പൂന്നൊന്നും അവനെ എന്ത് ചെയ്യരുത്, ആട്ടരുത്. ആ വാക്യം നിങ്ങൾ വളരെ വിശ്രദ്ധിച്ചോണം വേണം. എന്ത് വായിക്കുന്നത്? നിങ്ങളെ തന്നെ താൻ സ്വന്തം രക്തത്താൽ. അവൻ്റെ രക്തത്തിൻ്റെ വില വിലയേറിയ രക്തമൊന്നുമല്ലേ പറയുന്നേ, താൻ രക്തം കൊടുത്ത് വാങ്ങിച്ചതാ. നിനക്ക് വിലയിലായിരിക്കും അവൻ കറുത്തിരിക്കുന്ന കണ്ടപ്പോൾ അല്ലേ? നിനക്ക് വിലയിലായിരിക്കും തലേ മുടിയില്ലാത്ത കാണാൻ കാണുമ്പോഴും അല്ലേ? നിനക്ക് വിലയിലായിരിക്കും അല്ലേ? പക്ഷെ ഇതിന് തമ്പുരാൻ വില മുടക്കിയതാ. അപ്പം അതിന് നീ എങ്ങനെ സൂക്ഷിക്കണം? താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കാൻ പരിശുദ്ധാത്മാവ നിന്നെ ആക്കി വെച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എ ലീഡർ ഷുഡ് ബി ഫുള്ളി അവെയർ ഓഫ് ഹിസ് പൊസിഷൻ. തൻ്റെ സ്ഥാനത്തെക്കുറിച്ച് സമ്പൂർണ്ണ ബോധ്യം വേണം. എന്നെ പരിശുദ്ധാത്മാവാക്കി വെച്ചിരിക്കുക. എന്തോത്തിനാക്കി വെച്ചിരിക്കുന്നു? എന്തോത്തിനാക്കി വെച്ചിരിക്കുന്നു? ആട്ടിൻകൂട്ടത്തെ നോക്കാം. തൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ആട്ടിൻകൂട്ടത്തെ. അവിടെയാണ് കളി. ഈയിടെ ഒരു കൊച്ച് അമ്മച്ചി സ്കൂളിൽ പോകാൻ പോവുക, അല്ല അമ്മച്ചി ജോലിക്ക് പോകാൻ പോവുക. സർക്കാർ ജോലിക്കാരിയാണ്. അപ്പം കൊച്ചിനെ നോക്കുന്നത് ആരാന്നറിയാമോ? കൊച്ചിനെ നോക്കാനായിട്ട് സ്കൂളിൽ പോകുമ്പോൾ നോക്കാനായിട്ട് ഒരു ആയ വരുന്നുണ്ട്. കൊച്ചിനിപ്പോൾ ഒരു 4 വയസ്സായി കാണും. 4-5 വയസ്സുണ്ട്. അപ്പം ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ഓവർ സ്മാർട്ട് പിള്ളേരാണ്. അപ്പം ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് അമ്മച്ചി വന്നപ്പോൾ ചോദിച്ചു. അപ്പോൾ അമ്മച്ചി പോകാൻ നേരത്ത് അലമാരിയൊക്കെ പൂട്ടി താക്കോലും കൊണ്ടാണ് അമ്മച്ചി പോകുന്നത്. കാരണം അതിനകത്ത് വില പിടിപ്പുള്ളതല്ല. അപ്പോൾ ഒരു ദിവസം കൊച്ചു ചോദിച്ചു, അമ്മച്ചി എന്തിന് ജോലിക്ക് പോകുമ്പോൾ ഈ താക്കോലെല്ലാം കൊണ്ടുവന്നു ചോദിച്ചു. മോളെ അതിനകത്ത് നമ്മുടെ വില പിടിപ്പുള്ള സാധനം ചോദിച്ചു. എന്നേക്കാ വില പിടിപ്പുള്ളത് അതിനകത്ത് ഇരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. എന്നെ വേലക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് അമ്മച്ചി പോണേ. അപ്പം എന്നേക്കാ വില പിടിപ്പുള്ളതാണോ അതിനകത്തിരിക്കുന്നേ? അമ്മച്ചിക്ക് ട്യൂബ്ലൈറ്റ് കത്തി തന്നരാ. മനസ്സിലായോ എന്തുവന്ന്? എന്നെ ഈ സ്ത്രീയുടെ ഏൽപ്പിച്ചു പോകാൻ അമ്മച്ചിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നെ തല്ലുവെന്നോ കൊല്ലുവെന്നോ അടിച്ചുകൊണ്ട് പോകുമെന്നോ ഒരു ബുദ്ധിമുട്ടും അമ്മച്ചിക്കില്ല. അമ്മച്ചിയുടെ സ്വർണം എന്നേക്കാ അമ്മച്ചിക്ക് വിലയല്ലേ? തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ഒരു സഭയാ ദൈവം നമ്മുടെ ഏൽപ്പിച്ചതെന്ന് ദൈവദാസന്മാരെ നിങ്ങൾ മറക്കരുത്. അവരെ ചീപ്പൂന്നൊന്നും കാണരുത്. അവരുടെ വില നിങ്ങൾ മനസ്സിലാക്കണം. സ്വന്തം രക്തത്താൽ ദൈവം സമ്പാദിച്ച സഭ. നിന്റെ കൂടെയുള്ള വിശ്വാസിയുടെ വില എന്തോന്ന് മനസ്സിലായി? കറുത്തായിരിക്കും.
ഞുണ്ടുകാലനായിരിക്കും, ചുണങ്ങളതായിരിക്കും, നിന്റെ അത്ര സൗന്ദര്യം ഇല്ലാത്തതായിരിക്കും, കുടുംബശ്രേഷ്ഠത ഇല്ലാത്തതായിരിക്കും, വേർപ്പ് നാർന്നുണ്ടാവും നിൻ്റെ അടുത്ത് വരുമ്പം. കാരണം അത് സ്പ്രേ വാങ്ങിക്കേണ്ട കാശും കൂടാതെ നിനക്ക് ദശാംശമായിട്ട് ഇട്ട് തന്നത്. അത് നല്ല വസ്ത്രം കൊടുക്കേണ്ടതും കൂടാതെ നിനക്ക് സ്തോത്ര കാഴ്ച പാത്രത്തിലേക്ക് എന്ത് ചെയ്തത്? നിനക്കിപ്പോൾ കണ്ണി പിടിക്കുന്നില്ലല്ലേ? സിസ്റ്റർ അങ്ങോട്ട് പുറകിലോട്ട് പോയിരിക്കുക. എന്നാ സിസ്റ്റർക്ക് എന്നാ കുഴപ്പം? തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. ദേവദാസന്മാരോട് ശുശ്രൂഷ കേൾക്കാൻ പോകുന്ന നിങ്ങളോട് എനിക്ക് ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എല്ലാ വിശ്വാസികൾക്കും ഒരേ വിലയാണ്. ആരുടെയും വീണ്ടെടുപ്പിന് വേണ്ടി ഒരു തുള്ളി രക്തം അധികം എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. എല്ലാം അരശേക്കൽ വെള്ളി കൊണ്ട് പഴയ നിയമകാലത്ത് വീണ്ടെടുപ്പ് വില എല്ലാവർക്കും ഒന്നായിരുന്നു. ധനാഢ്യം വന്നാൽ ഞാൻ കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പിന് വേണ്ടാന്ന് പറയും. അതിന് വില കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു വിലയാണ്. ഒരുവനെയും നിന്ദിനം എണ്ണരുത്, ഒരുവനെയും നീ പ്രാകൃതം എണ്ണരുത്, ഒരുവനെയും അവഹേളിച്ച് നീ തള്ളരുത്. എല്ലാവരെയും യേശുവിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി അവരെ നീ ചൊവ്വേ നോക്കുമെന്നുള്ള വിശ്വാസത്താൽ നിന്നെ മേലേൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു, നമ്മൾ ഇത്തരത്തിൽ വേല തുടങ്ങാൻ പോവുക. എന്നോട് ചോദിച്ചു, ആ വ്യക്തികളെയൊക്കെ കൂട്ടിയാണോ സഭ തുടങ്ങാൻ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആന്ന്. വേണോ? വേണം. അങ്ങനെയുള്ളവരൊക്കെ വന്ന സഭയിൽ പിന്നെ ഇനി ആരെങ്കിലും വരുമോ? വരേണ്ടവൻ വരും. ആരാ വരേണ്ടത്? കർത്താവിൻ്റെ സാന്നിധ്യമാണ്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ് നന്നായി. ബ്രദർ അങ്ങോട്ട് പോകാതിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ബ്രദർ ആ സഭയിലോട്ട് പോകാതിരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ തേടാം. എനിക്ക് ഒരു വേറെ നല്ല വീടൊന്നും ഇല്ലാഞ്ഞിട്ടല്ല യേശു ചുങ്കക്കാരൻ്റെ പ്രധാനിയായ പട്ടണത്തിലെ പാപി എന്ന മുദ്ര ഈ പാപിയായ മനുഷ്യൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞത്. കർത്താവ് മനഃപൂർവ്വം അവനെ തേടിക്കൊണ്ട് തന്നെ പോയതാണ്. എൻ്റെ മകൾ കരഞ്ഞൊരു കാര്യം പറയും, ഒരു വിശ്വാസിയെ പോലും, ഒറ്റ വിശ്വാസിയെ പോലും നികൃഷ്ടനെന്നോ നീചനെന്നോ ആക്രിയെന്നോ പൂക്രിയെന്നോ ഒന്നും എന്ത് ചെയ്യരുത്, വിളിച്ചു കളയരുത്. എന്തോ ആക്രി പൂക്രി എന്നൊക്കെ പറഞ്ഞ അവശ ക്രൈസ്തവനും പൂക്രി, കുറേ ക്രൈസ്തവനും സൂക്രി, സുറിയാനി ക്രിസ്ത്യാനി, കാക്രി, കനാനായ ക്രിസ്ത്യാനി, ഒറ്റ ഒരെണ്ണത്തിന് എനിക്ക് പോലും ജഡപ്രകാരം ഞാൻ ആരെയും അറിയുന്നില്ല. യേശു സ്വന്തം രക്തത്താൽ സമ്പാദിച്ച തൻ്റെ വിശുദ്ധ സഭ. ഇവിടെ ചില ആളുകൾക്ക് ആരാധിക്ക് വരുമ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ സഭയുടെ സ്റ്റാൻഡേർഡ് കളയാന്ന് പറഞ്ഞു. പോയി പണിയുണ്ടോ നോക്കാൻ പറഞ്ഞു. നീ സ്റ്റാൻഡേർഡ് സഭ ഇവിടെ ഉണ്ടല്ലോ, പൊക്കോ അങ്ങോട്ട്. ആരും തന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. നീ അങ്ങോട്ട് പൊക്കോ. ഇവിടെ കുറച്ച് സ്റ്റാൻഡേർഡ് കുറഞ്ഞൊരു മതി. ജീവിതത്തിൽ വില കെട്ടേണ്ടി വരും. അവനായിരിക്കും വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ദശാംശം നിനക്ക് പോളാന്ന് പറയണം. യേശു സ്വന്തം രക്തത്താൽ സമ്പാദിച്ച അവൻ്റെ സഭയെ നോക്കാൻ പരിശുദ്ധാത്മാവിനെ ആക്കി വെച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒന്നും ഞാൻ എന്ത് ചെയ്യത്തില്ല. ചില ആളുകൾ ധാരണ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അന്യഭാഷയ്ക്ക് ഒന്നുമല്ല. നിന്നെ ഏതൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചോ, നീ അത് നീ വിശ്വസ്തയോടെ ചെയ്യുമെന്ന് ഉള്ള പ്രതീക്ഷയോടെ പരിശുദ്ധാത്മാവ് നിന്നെ ആക്കി വെച്ചിട്ട് നീ അത് ചെയ്യുന്നില്ലെങ്കിൽ നീ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. താഴോട്ട് വായിക്കാം ഇനി. എന്നിട്ട് ഞാൻ അടുത്ത് ശ്രദ്ധിച്ചോ. എത്ര പോയിന്റ് എഴുതി ഇപ്പൊ നിങ്ങള്? 15. ഓക്കെ. യെസ്, എ ലീഡർ
should be one who can foresee the dangers. മുൻവരുന്ന ആപത്തുകളെ കുറിച്ച് മുൻകൂട്ടി കാണാൻ കഴിവുള്ളവനായിരിക്കണം ഒരു നേതാവ്. മുൻവരുന്ന ആപത്തുകളെ കുറിച്ച് മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവുള്ളവനാണ് നേതാവ്. എന്തുകൊണ്ട് പൗലോസ് പറയുന്നത്? 29 വാക്യം, ഞാൻ പോയി കഴിയുമ്പോൾ, പൗലോസിന് അറിയാം, ഞാൻ പോയി കഴിയുമ്പോൾ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. നോക്കിക്കേ, വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് മുൻകൂട്ടി കാണുന്ന ഒരാളായിരിക്കണം ആര്? ഒരു നേതാവ്, ഒരു ലീഡർ. അല്ലാണ്ട് ചുമ്മാ ഇല്ലല്ലോ പറയില്ല, അയ്യോ കാത്തു സൂക്ഷിച്ചൊരു കസൂരി കാക്ക കൊത്തിപ്പോയി, അയ്യോ കാക്ക കൊണ്ട്, അയ്യോ കാക്കെ പറ്റിച്ചോ, ഞാൻ വിചാരിച്ചില്ല അത് ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വിചാരിക്കണം, ഇതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. പൗലോസ് വളരെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഞാൻ പോയ ശേഷം എനിക്കൊന്നും നിങ്ങളുടെ കൂടെ ഇരിക്കാനൊന്നും പറ്റത്തില്ല. കാരണം എൻ്റെ ശുശ്രൂഷ വേറെയാ. ഞാനത് ആത്മാവിനാൽ ബന്ധിതനാക്കപ്പെട്ട് ഞാൻ യെരൂശലേമിലോട്ട് എന്ത് ചെയ്യുക? പക്ഷെ ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ, വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിൻ്റെ ഒരു ലീഡറിനെ മുൻകൂട്ടി കാണാൻ കഴിയണം. വരാൻ പോകുന്ന ആപത്തുകളെക്കുറിച്ച്, സഭയ്ക്ക് നേരിടാൻ പോകുന്ന വലിയ വിപത്തുകളെക്കുറിച്ച്. അതല്ലേ നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളെ സ്കൂളിൽ പറഞ്ഞയക്കാൻ, ഞങ്ങളെയൊക്കെ സ്കൂളിൽ പറഞ്ഞയക്കാൻ പറഞ്ഞിട്ടുണ്ട്. എടാ, ആരെങ്കിലും മുട്ടായി തന്നാൽ എന്ത് ചെയ്യരുത്? പരിചയമില്ലാത്ത മുട്ടായി തന്നാൽ വാങ്ങിക്കരുത്. കാരണം പിള്ളേരെ പിടുത്തക്കാരുണ്ട്. ഇപ്പം മറ്റു പരിപാടിയാണ്. ലവ് ജിഹാദൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഒരു നല്ല മാതാവ്, ഒരു നല്ല പിതാവ് എന്ത് ചെയ്യും? ഒരു നല്ല ഇടയൻ എന്ത് ചെയ്യും? ആടുകൾക്ക് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകി കൊടുക്കും, വാണിംഗ് കൊടുക്കും. അതാ ഇവിടെ നടന്നേ. പൗലോസ് പറയാ, ഞാൻ പോയതിന് ശേഷം എന്ത് ചെയ്യും? ആട്ടിൻകൂട്ടത്തെ മാനിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. അപ്പൊ എന്ത് ചെയ്യണം? എന്നിട്ട് 26 വാക്യം, ശിഷ്യന്മാരെ, വളരെ ശ്രദ്ധിച്ചോ, ഇവർ ഓൾറെഡി ഡിസൈപ്പിൾസ് ആയവരാ അല്ലേ? ഇവരിതൊക്കെ പഠിച്ച് ശിഷ്യന്മാരായവരാ. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വശീകരിച്ചു കൊണ്ടുപോകേണ്ടതിന് ഉപദേശത്തെ വളച്ചൊടിച്ച് പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. അപ്പൊ പുറത്തുനിന്നും വരും, അകത്തുനിന്നും വരും. ഉപദേശത്തെ എന്ത് ചെയ്യുന്നവര്? വളച്ചൊടിച്ചിട്ട്. അതങ്ങനൊന്നുമല്ല, ഇതിങ്ങനെ. Paul is giving warning. ഒരു ലീഡർ എന്ത് ചെയ്യാൻ കഴിയണം? മുന്നറിയിപ്പ് കൊടുക്കാൻ കഴിയണം സഭയ്ക്ക്, തൻ്റെ അനുയായികൾക്ക്. ഇങ്ങനെയുള്ളൊക്കെ ഡേഞ്ചർ. അതുകൊണ്ടാണ് ഞാൻ ഈ ദിവസങ്ങളുടെ ചർച്ചയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ഡേഞ്ചേഴ്സ് ദ ചർച്ച് ഹാസ് ടു ഫേസ്. സഭയ്ക്ക് നേരിടേണ്ടി വരുന്ന അപകടങ്ങളെയാണ് ഞാൻ ഞായറാഴ്ച പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. 3 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യത്തെ ഏതായിരുന്നു? ദുരുപദേശക്കാരായിരുന്നു. സഭയ്ക്ക് നേരിടേണ്ടി വന്ന ആദ്യത്തെ അപകടം എന്ന് പറയുന്നത് ദുരുപദേശക്കാരാണ്. രണ്ടാമത് ആരായിരുന്നു? ലോകസ്നേഹികൾ, വേൾഡിനെസ്. സഭയ്ക്ക് പോരാടേണ്ടി വന്നത് ലോകസ്നേഹത്തോടാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ചത്. മൂന്നാമത്തത് വേഷധാരികൾ, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിച്ച് കളയുന്നത്. ഇനിയുണ്ട്, ഇനിയൊരു 6 കൂടിയുണ്ട്. അപ്പോൾ പൗലോസ് മുന്നറിയിപ്പ് കൊടുക്കുക. യു ഹാവ് ടു ബി വെരി കെയർഫുൾ. നിങ്ങൾ വളരെ സൂക്ഷിച്ചോണം. ദുരുപദേശം പ്രസംഗിക്കുന്നവരെ ഉപദേശത്തെ വളച്ചൊടിച്ച്. ഏതൊരാൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഒരാളോട് വന്നൊരു മീറ്റിംഗ് പ്രസംഗിച്ചാൽ പറഞ്ഞു. അവിടെ പറഞ്ഞു, നമ്മളെല്ലാം എന്തോന്നറിയാമോ? ദൈവങ്ങളായിട്ട് മാറിയേ. നമ്മളെല്ലാം കുട്ടി ദൈവങ്ങളാണ്. എന്ത് കുട്ടി ദൈവം? കാൺമീന്നാണ് ദൈവമക്കളെന്നാണ് പറഞ്ഞേ. കാൺമീൻ നമ്മൾ കുട്ടി ദൈവങ്ങളാവാൻ ദൈവം നമുക്ക് എത്ര നിന്നോ? അങ്ങനെയുണ്ട്. ദുരുപദേശമാണ്, തെറ്റാണ്. അത് തിരിച്ച് ഞാൻ അതെല്ലാം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വിളിച്ചു. ഇതെവിടുത്തെ ഉപദേശമാണെന്ന് തോന്നുന്നു. പൗലോസ് കുട്ടി ദൈവമായിരുന്നു. അവരുടെ മുമ്പിൽ കൊണ്ട് പൂജ അർപ്പിക്കാൻ നേരത്തെ തന്നെ അവരെന്ത് ചെയ്തു എന്നറിയാമോ? തടയുക ചെയ്തത്. എന്തോ ഇത്?
അത് നല്ല ഉദാഹരണമാണ്. പട്ടിയുടെ കുട്ടി പട്ടിക്കുട്ടി, പൂച്ചയുടെ കുട്ടി പൂട്ടക്കുട്ടി, ദൈവത്തിൻ്റെ കുട്ടി ദൈവക്കുട്ടി. അപ്പം നമ്മളവരെ കുട്ടി ദൈവം, കുട്ടിപ്പട്ടി എന്ന് പറയുന്ന പോലെ. ഇത് കേട്ട ഇതിന് ആറാം പാടാൻ ഇതിൻ്റെ പുറകെ തുള്ളാനും കുറേ എണ്ണം നടക്കുന്നതിന് അടിക്കാൻ ആളില്ല എന്നിട്ട്. കാരണം ഉപദേശം അറിയത്തില്ല അതിന്. കാൺമീ നാം ദൈവം മക്കൾ, കാൺമീ നാം കുട്ടി ദൈവങ്ങളല്ല. എത്ര പെട്ടെന്ന് ആ ജനത്തെ വഞ്ചിച്ച് കളഞ്ഞ്. അതിന് കുറേ ഉദാഹരണം എടുത്തില്ലേ? കുതിരയുടെ കുട്ടി കുതിരക്കുട്ടി, കുട്ടിക്കുതിര. കഴുതയുടെ കുട്ടി കുട്ടിക്കഴുത. നമ്മൾ കുട്ടി ദൈവം. എന്താ കാരണം? ജനത്തിന് വചനം അറിയത്തില്ല. കേൾക്കാൻ നല്ലത്. ഞാൻ ഒരു കുട്ടി ദൈവമാണെന്ന് കേൾക്കുന്നൊരു സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഒരു കുട്ടി ദൈവമാണെന്ന് പറയണത്. നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? എഴുന്നേൽക്കും. Paul is warning. A leader has to warn. സഭയെ എന്ത് ചെയ്യണം? വാൺ ചെയ്യണം. ചോദിക്കണം, നിങ്ങൾ എന്താ വായിക്കുന്നത്? ഏത് ചാനലാണ് ഈ കാണുന്നത്? ഞാനല്ലേ നമ്മുടെ ദൈവദാസനിയുടെ പോയി ഒരുത്തിൻ്റെ ഇതിനകത്ത് കണ്ട് വിട്ടുപോയി. അതാണ് പുള്ളിക്ക് തന്നെ സംശയം, ദൈവം എന്നെ വിളിച്ചോന്ന്. ഞാൻ രക്ഷിക്കപ്പെട്ടോന്ന് തന്നെ എനിക്ക് സംശയമെന്ന് പറഞ്ഞു. ദൈവം എന്നെ വേലയ്ക്ക് വിളിച്ചോന്ന് തന്നെ എനിക്ക് സംശയമാണ്. എന്തുവാ കേട്ടോണ്ടിരുന്നത്? ആരുടെ പ്രസംഗം കേൾക്കുന്ന കേൾക്കുന്നത്? ഞാൻ ഇന്നാളുടെ പ്രസംഗം കേട്ടോണ്ടിരുന്നത്. ഒരു മനസ്സിലായി ആരുടെയാണ്. ഞാൻ പറഞ്ഞു ദൈവം വിളിച്ചോ ഇല്ലെന്ന് പറയാനായിട്ട് ഞാൻ 10 ചോദ്യം പറയാൻ, അതിൻ്റെ ഉത്തരം പറയാൻ പറഞ്ഞു. അതിനായി ബൈബിൾ സ്കൂളിലൊക്കെ പഠിക്കാൻ പറഞ്ഞത്. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ പറയണം. എവിടെ മുഴുവൻ കാണാപ്പാടം കിട്ടിയില്ലെങ്കിൽ പുസ്തകത്തിൻ്റെ എവിടെ എഴുതി വെച്ചേക്കുന്നതെങ്കിലും അറിയണം. ആ ബോധമെങ്കിലും വേണം. ഒരാളെന്ന് ചോദിച്ചു, പാസ്റ്റർ ഈ പുസ്തകം മുഴുവൻ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ലൈബ്രറിക്ക്. ഞാൻ പറഞ്ഞു എനിക്കെന്നെ ഭ്രാന്താ. പക്ഷേ എനിക്കറിയാം ഒരു ചോദ്യം കിട്ടിയ ഏത് പുസ്തകത്തെ പോയി റെഫർ ചെയ്യണമെന്നറിയാം, ഏത് പുസ്തകത്തിലുണ്ടെന്നറിയാം എനിക്ക്. ഇനി അത് ഇവിടം വരെ വരാതെ വീട്ടിൽ ഇരുന്ന് നോക്കാൻ വേണ്ടി ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് ചെറിയ ലൈബ്രറി. ഇത് മുഴുവൻ ഞാനിരുന്നു ഇത് ഇല്ല ശബ്ദകോലാവിൽ മുഴുവൻ നിന്ന് വായിക്കാൻ ആരെ കൊണ്ട് പറ്റും? ഡിക്ഷണറി മുഴുവൻ വായിച്ചവരുണ്ടോ ആരെങ്കിലും? പക്ഷേ ഡിക്ഷണറി നോക്കാൻ അറിയാം. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ബോധം വേണം നിങ്ങൾക്ക്. ഒരുത്തം വന്ന് ചോദിച്ചാൽ ഇന്ന നോട്ടിൽ സാറ് ഞങ്ങളെ പഠിപ്പിച്ചതാ, അതുകൊണ്ട് ഇന്ന നോട്ടിൽ ഉണ്ട്. അതുകൊണ്ട് ആ ചോദ്യം എന്താ പിടിച്ചോളാൻ പറഞ്ഞു, 10 ചോദ്യം ഉത്തരം എഴുതാൻ പറഞ്ഞു, എഴുതി. എന്തോ ഉത്തരം ചോദിച്ചത്? എല്ലാത്തിനും കിട്ടുക. ദൈവം വിളിച്ചെന്ന് പറഞ്ഞു. ഇപ്പം ബോധ്യം വന്നതെന്ന് ചോദിച്ചു, വിളിച്ചോന്ന്. എന്നാൽ പറഞ്ഞു വിട്ടവരെല്ലാം തിരിച്ചു വിളിച്ച് എന്ത് ചെയ്തു? സഭ 2ാമത് തുടങ്ങാൻ പറഞ്ഞു. തുടങ്ങി. സഭ 2ാമത് തുടങ്ങി പുള്ളി. അല്ലാണ്ട് എനിക്ക് കാര്യം തന്നെ അത് ഇത് കേട്ടിങ്ങ് തലയങ്ങ് എന്ത് ചെയ്തു? മരവിച്ച് പോയി. പലതും ചോദിച്ചു, പലതും കേട്ട് 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 കേട്ടു. ശരിയാ. നിങ്ങൾക്കറിയാമോ പണ്ട് ജീവൻ ടോൺ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ? ജീവൻ ടോൺ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ പരസ്യം വായിച്ചാൽ നമുക്ക് ആ രോഗം മുഴുവൻ ഉള്ളതായിട്ട് തോന്നും. അതിൻ്റെ പരസ്യം നിങ്ങൾ അതിനകത്തൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ന രോഗങ്ങളുള്ളവർക്ക് ഇത് നല്ലതാണ്. ഉറങ്ങുമ്പം പല്ല് കടിക്കുക, പല്ല് കടിക്കുമ്പോൾ ഉറങ്ങുക, ഉറങ്ങുമ്പോൾ പല്ല് കടിക്കുമ്പോൾ മൂത്രം, ഇങ്ങനെ കുറേ അതിനകത്തുണ്ട്. ഇതെല്ലാം കൂടെ വായിച്ചാൽ നമുക്ക് തോന്നുന്നത് എന്തോ ഇത് നമുക്കൊണ്ട് നമുക്കും ജീവൻ ടോൺ വേണം. അവൻ്റെ ഉദ്ദേശം അത് തന്നെ, ഇത് തന്നെ കൊണ്ട് വായിപ്പിക്കുക. We have to warn them. നമ്മുടെ വിശ്വാസികൾക്ക് ഒരുത്തം പ്രാർത്ഥിക്കാതിരിക്കാൻ എന്തായിരുന്നു 2 ദിവസമായിട്ട് പ്രാർത്ഥനയൊന്നും ഇല്ലല്ലോ, എന്നാ വിഷയം? സാക്ഷ്യം മറ്റേത് ചാടി കയറി സാക്ഷിക്കാമെന്ന് പറയുമ്പോഴത്തേന് പാട്ടും കൊണ്ട് സാക്ഷിക്കാൻ പോകുന്ന ആളായി പോകുന്നില്ല. സാക്ഷ്യമൊന്നും കാണാനില്ല, എന്നാ കാര്യം? എന്തോ പറ്റി? മനസ്സിലാക്കണം. അടുത്ത വാക്യം. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഉണർന്നിരിക്കുക. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീരോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുന്നറിയിപ്പ് തന്നിരിക്കുന്നത് ഓർത്തുകൊള്ളുവേ. അതാ ഞാൻ പറഞ്ഞേ, ഒരു ലീഡർ വാഞ്ചയും കൂടെ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ്. അത് നമ്മൾ എഴുതി കഴിഞ്ഞു. മുന്നറിയിപ്പ് ആ വാക്യത്തിനകത്ത് എഴുതിക്കോ. വായിക്കാൻ വന്നിട്ട് ഇതിന്ന് ഞാൻ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത്
ഈ 30-31 വാക്യങ്ങൾ വായിച്ചാൽ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. എ ലീഡർ ഷുഡ് ബി എ റിയലിസ്റ്റ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യ ബോധമുള്ളവനാണ്. എൻ്റെ സഭയിൽ അങ്ങനെ ഒന്നും വരത്തില്ല, എൻ്റെ സഭയിൽ ആരും കൊണ്ടു വിളിക്കാതെ എത്രയും ഒരു മനസ്സിലായി. ഞാൻ വട്ടമിട്ട് കോട്ടയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 2 ചത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ ചുമ്മാ ഒരിക്കലും ഒരു യുട്ടോപ്പിയൻ വേൾഡ് ജീവിക്കരുത്. ലിവ് ഇൻ റിയാലിറ്റി. ഒരു യാഥാർത്ഥ്യ ലോകത്തിൽ നീ ജീവിക്കേ. നമ്മൾ ജഡശരീരത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. കൊറോണ നമുക്കും വരും, ബാധിക്കും. യോസഫിന് വരെ കൊറോണ വന്നു. അതിനെ ഭക്തി കുറഞ്ഞോണ്ടാ? പൗലോസോട് പറയാം, ഞാൻ പോയതിനു ശേഷം ഇങ്ങനെയൊക്കെ നിങ്ങളുടെ സഭയിൽ എന്ത് ചെയ്യും, ഉണ്ടാവും. എ ലീഡർ ഷുഡ് ബി എ റിയലിസ്റ്റിക് പേഴ്സൺ. അവനെന്തോ യാഥാർത്ഥ്യ ലോകത്തിൽ ജീവിക്കുന്നവനായിരിക്കണം. ചുമ്മാ ജനത്തെ എന്ത് ചെയ്യരുത്. ഒരു യുട്ടോപ്യൻ വേൾഡ് എന്ന് പറഞ്ഞാൽ അയ്യോ നമ്മൾ ദൈവമക്കള്, നമ്മുടെ മേൽ ഒന്നും വരത്തില്ല. ഒരു മായാലോകത്തിൽ കൊറോണയൊക്കെ ഇങ്ങനെ തീ കത്തിച്ചേട്ടാ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, വേറൊരാളെ പ്രവചനം പറഞ്ഞില്ലേ, എന്ത് ആഫ്രിക്കയിലെ യുക്രൈനിലേക്ക് ദൈവം നമ്മുടെ സഭയ്ക്ക് എന്ത് ചെയ്യുന്നു, അത് തുറന്നു തരുന്നു. പിന്നെന്നാ എന്തുവാ ഇത്? ബി റിയലിസ്റ്റിക് മാൻ. ഒരു യഥാർത്ഥ ലോകത്തിൽ ജീവിക്കുന്നേ. ചുമ്മാ അതും ഇതൊക്കെ പറഞ്ഞ ആളുകളെ ഇങ്ങനെ ബലൂൺ കുറെ കഴിയുമ്പോൾ ഇത് പൊട്ടും, ഉറപ്പാ, തലയ്ക്ക് അസുഖം. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ എന്തൊക്കെയോ കേൾക്കുന്നു. ഞാൻ പറഞ്ഞു വളരെ സൂക്ഷിക്കണം, ഉടനെ പോയി ഡോക്ടറെ കാണാൻ, ഷിസോഫ്രീനിയുടെ തുടക്കാന്ന് പറഞ്ഞു. ഞാൻ ഒരു മാനസിക രോഗം. രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, ഇങ്ങനെ ശബ്ദം കേട്ടോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒട്ടനെ പോയി ഡോക്ടറെ കാണ്, ഇത് പോരാട്ടമൊന്നുമല്ല, ഇത് ഷിസോഫ്രീനിയ എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ തുടക്കമായി. ഇപ്പം കഴിച്ച ചെറിയ ഗുളികയിൽ എന്ത് ചെയ്യാം, കാര്യം അവസാനിപ്പിക്കാം, കുറച്ച് നാളെ കഴിക്കേണ്ടി വരും. ദൈവം സംസാരിക്കാൻ തന്നോട്, ദൈവത്തിനോട് ഇടപെടുന്നയാ, നിനക്ക് ഉറക്കമില്ലാതെ ദൈവ ശബ്ദം കേൾക്കാൻ തുടങ്ങിയല്ലേ. ചുമ്മാ അതിനെ വട്ടം പിടിപ്പിക്കരുത്. ചുമ്മാ അതിനെ വട്ടം പിടിപ്പിക്കരുത്. ഇത് വട്ടിന്റെ തുടക്കമാ. പക്ഷെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് എന്തോ പോലെ തോന്നുന്നല്ലോ, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ ശബ്ദം കേൾക്കാൻ തുടങ്ങി, എനിക്ക് അവിടുന്ന് പോരാട്ടം വരുന്ന പോലെ തോന്നുന്നു, ഇവിടുന്ന് പോരാട്ടം വരുന്ന പോലെ തോന്നുന്നു. ആരോ എന്നോട് എന്തോ. ഞാൻ പറഞ്ഞു, എൻ്റെ കൊച്ചെ നീ ആരോടും പറയല്ലേ, നീ ഡോക്ടറെ കാണു പോയി. നമ്മളൊക്കെ ആണെങ്കിൽ ഉടനെ കൈ ഗ്ലോറി കൂട്ടത്തിൽ നിന്ന് കൈയുമാര് ഇതിനെ ആകെ ഇളക്കി അവസാനം കേൾക്കാൻ ചെങ്ങലക്കിട്ട് സെല്ലിൽ കിടക്കുന്ന. ഇതാദ്യമേ പറഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ളതിനൊന്ന് എൻ്റർടൈൻ ചെയ്തത്. പണ്ട് ഞങ്ങളുടെ സഭയിലൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് വയസ്സായതുകൊണ്ട് രാത്രി ഓർക്കും. അമ്മച്ചിക്ക് എല്ലാ ആഴ്ചയും ദർശനം കാണില്ല. കണ്ടതിൽ ഏറ്റവും നല്ല ദർശനം നോക്കി അമ്മച്ചി എന്ത് ചെയ്യും, ഞായറാഴ്ച വന്ന് കാച്ചും. ഇതൊക്കെ ഈ കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം കണ്ടിട്ടുണ്ടെന്ന് അറിയാമെങ്കിൽ നല്ല ദർശനം നോക്കി അമ്മച്ചി ഞായറാഴ്ച കാണുമ്പോഴത്തേനും സഭ അങ്ങ് ആത്മാവിലാവും. ഞാനിങ്ങനെ കൊയ്യുന്ന കണ്ടു, ഭാഷയിലൊരു വാളിരിക്കുന്നു, എന്തൊക്കെ പരിപാടിയാ. അവസാനം അമ്മച്ചി ഒരു കാര്യം ചെയ്യാം, അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നത് സാക്ഷ്യത്തിന് സമയം കൊടുക്കുമ്പോഴാണ് അമ്മച്ചി അങ്ങോട്ട് സാക്ഷ്യം നിർത്തി. അതുകൊണ്ട് ചാൻസ് ഉണ്ടെങ്കിലല്ലേ പറയുള്ളൂ അമ്മച്ചി. അങ്ങനെ അവിടെ സാക്ഷ്യം നിർത്തിയത് ഈ സഭയിലെ. എല്ലാത്തിനും പുറകിലൊരു കാര്യമുണ്ട് കേട്ടോ. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുന്നതിൻ്റെ പുറകിലൊരു കാരണമുണ്ട് ഇവിടെ. കാരണം ഒരു ഓലഷെട്ടിൽ ആദ്യം ഞങ്ങൾ ആരാധിച്ചിരുന്ന അപ്പുറത്ത്. അപ്പോൾ മഴ പെയ്തപ്പം വെള്ളം ആളുകൾ ചിലത്ത് താഴ്ത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിന്ന് അങ്ങനെ ഇവിടെ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ, അല്ലാണ്ട് ദൈവത്തോടുള്ള ഭക്തിയിലൊന്നും തുടങ്ങിയതല്ല. അത് അല്ല, ദൈവത്തോടുള്ള ഭക്തിയിലല്ല ഇവിടെ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ തുടങ്ങിയത്. നമ്മുടെ ആ ഊണ് കഴിക്കുന്ന ഷെഡിലായിരുന്നു അന്നത്തെ ആരാധന. അതിന് തറയൊന്നുമില്ല, എല്ലാം മഴ പെയ്ത് ഓലഷെട്ടുമായിരുന്നു. മഴ പെയ്തപ്പോൾ എന്ത് ചെയ്യുന്നത്, അകത്ത് വെള്ളം വീഴാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പറഞ്ഞു പതുക്കെ നമുക്ക് എഴുന്നേറ്റ് നിന്ന്, അല്ലെങ്കിൽ സാരി മുഴുവൻ തന്നെയില്ലേ, എഴുന്നേറ്റ് നിന്ന് അങ്ങനെ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ നോക്കിയപ്പോൾ അത് കൊള്ളാമല്ലോ പരിപാടി. അങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഇവിടെ ആരാധന തുടങ്ങിയത്. ഇവിടെ സാക്ഷ്യം നിർത്തിച്ചത് ആ അമ്മച്ചിയാണ്.
അവസരം കൊടുത്താൽ അമ്മച്ചി ദർശനം പറയും. നമുക്കറിയില്ലല്ലോ, ചിലപ്പോൾ പിറ്റേയാഴ്ച ആരെ കുറിച്ചാണ് പറയും, ചിലപ്പോൾ എന്നെ കുറിച്ചാണെങ്കിലോ അല്ലെങ്കിൽ വേറെ വല്ലവരെ കുറിച്ചാണെങ്കിലോ. ഇത് എന്തോ വായന അമ്മച്ചിക്ക് ഒരാഴ്ച കൂടെ എന്നെ കണ്ടെന്ന് നമുക്കറിയില്ല. അമ്മച്ചി താപോട്ട് പോയി. കാര്യം കൃപാവരങ്ങൾ ജ്വലിപ്പിക്കാൻ കൂടെ എന്തില്ല, അവസരം തരുന്നില്ല. അവരോടുകൂടെ ജ്വലിച്ചതൊക്കെ മതിയെന്ന് പറഞ്ഞു. ഇവിടൊക്കെ ദൂത് പറയണമെങ്കിലേ അല്ലെങ്കിൽ ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് വരും, ഒന്ന് തട്ടും, മതി, ഇത്രയൊക്കെ മതി എന്ന് പറയും. പണ്ട് വൈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വളരെ രസം. ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഇവൻ ആരാധന തുടങ്ങുമ്പോഴത്തേന് ഇവൻ ചാടി തുള്ളി അപ്പോൾ നമുക്കിവിടെ ജേക്കബ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു. ജേക്കബേ ഇനി വല്ലാണ്ട് ഒന്ന് കയ്യിലൊന്ന് ഒതുക്കിക്കൊള്ളാൻ പറഞ്ഞു. പുള്ളി വല്ലാണ്ട് തുള്ളാൻ ജേക്കബ് ചെന്ന് അവനെ കൊണ്ട് ഒറ്റ പിടിക്കും, ലോക്കറ്റ് പോലെ അവിടെ നിൽക്കും. പിന്നെ പുള്ളി അവിടെ നിന്നേ തുള്ളത്തുള്ളൂ. നമുക്കറിയാം ജഡ ഏതാന്ന് കണ്ടറിയാനുള്ള അല്പം കൃപയൊക്കെ ഇപ്പം തന്നിട്ടുണ്ട്. ജഡത്തിൽ നിന്ന് ഏതാ വരുന്നേ? ആത്മാവിൻ്റെ ഏതാണ്. പിന്നെ ശല്യമില്ലാത്തിടത്തോളം കാലം അവിടെ തന്നെ നിന്നാണോ കഴിയുന്നത് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അതിൽ വിടുമ്പം പതുക്കെ എന്ത് ചെയ്യും, ലോക്ക് ചെയ്യാനായിട്ട് ഇവിടുന്ന ആളെ വിടും. ഞാൻ തന്നെ ഇറങ്ങിപ്പോവും. ബ്രദർ മതി, ഇത്രയൊക്കെ മതി. യു ഹാവ് ടു വാണ്ട്. ഇല്ലെങ്കിൽ എന്താണെന്നറിയാമോ, ചിലടത്തൊക്കെ ആരാധന പറഞ്ഞ് കാണിക്കുന്നത് എന്തുവാ, ആത്മാവൊന്നുമല്ല, അല്ലേ അല്ല, 100% ഫ്ലഷ്, 100% ജഡം. ഞാൻ പറയാം ഏതാ ജഡത്തിൻ്റെ ഏതാ ആത്മാവിലെന്ന്. അതിനുള്ള കൃപയൊക്കെ ഇപ്പം തന്നിട്ടുണ്ട് കർത്താവ്. 100% ജഡമാണ്. ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കാൻ പോവുക. പോലീസിന് എത്ര ഗുണം കിട്ടി? അത്രയൊക്കെ മതി. അത്രയും ഉണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു. ഒരു കഥയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം അനുഭവം കുറയുണ്ടല്ലോ. അമേരിക്കയിൽ ഒരു വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളിപ്പോഴും ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും, ലേക്ക് ലാൻഡ് റിവൈവൽ എന്ന് പറഞ്ഞിട്ട്. അമേരിക്കയിൽ ഫ്ലോറിഡയിൽ ലേക്ക് ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭയങ്കര ഉണർവെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉണ്ട്. വൻ ടെൻ്റ് അടിച്ചിട്ടിരിക്കുക. ഹോളൊന്നും അവിടെ മതിയാവാഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു, ഒരു ഗ്രൗണ്ട് എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ വൻ കൂടാരം, സർക്കസ് കൂടാരം പോലെ ടെൻ്റ് അടിച്ചിട്ടിരിക്കുക. അപ്പോൾ അതിനൊരു 10 കിലോമീറ്റർ അപ്പുറത്ത് മാറിയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഞാനും കേട്ടിട്ടുണ്ട് ലേക്ക് ലാൻഡ് റിവൈവൽ എന്ന് പറഞ്ഞാൽ. അയ്യോ എൻ്റെ അപ്പ എന്നാ റിവൈവലാണെന്നറിയാം. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നാണ്, ഇന്ത്യയിൽ നിന്നൊക്കെ എത്രയോ പേര് അവിടെ ചെന്ന് ഇമ്പോർട്ടേഷന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ പകർച്ച വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട്. ശരിയാണ്, വീട്ടിലില്ലാത്തവൻ പകർച്ച കൊണ്ടുവന്നേ പറ്റൂ. അതൊരു ദൂതാ. വീട്ടിലൊന്നും കഴിക്കാനില്ലാത്തവൻ എന്ത് ചെയ്യേണ്ടി വരും? വല്ലയിടത്തുനിന്നും പോയി പകർച്ച കഴിച്ചുകൊണ്ടിരേണ്ടി വരും. അപ്പം ഇന്ത്യയിൽ നിന്നൊക്കെ ഒത്തിരി ലോകരാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ. അപ്പോൾ ഞാനതിനെ 10 മൈലിക്ക് അപ്പുറത്ത് ഞായറാഴ്ച എനിക്കൊരു സഭയെ സൂക്ഷിക്കണം. അപ്പോൾ എനിക്ക് ആഴ്ച വേറെ പരിപാടിയൊന്നുമില്ല, ചുമ്മാ റെസ്റ്റാണ്. അമേരിക്കയിൽ നിന്ന് ഇട ദിവസങ്ങളൊന്നും മീറ്റിംഗ് ഒന്നുമില്ല. അപ്പം ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ പിന്നെ അടുത്തല്ലേ ലേക്കിൽ ഉണ്ടായിരുന്നു. ഞാൻ മുഴുവനാണ്, എനിക്ക് അവിടെ വരെ ഒന്ന് പോകാൻ. അപ്പം എന്നോട് ചോദിച്ചു പോണോ? നമ്മൾ ചുമ്മാ ഇങ്ങനെ കാര്യം നടക്കുന്നെങ്കിൽ ചുമ്മാ ഒന്ന് കാണാം, എന്തെങ്കിലും പറയണമെങ്കിൽ കണ്ടറിഞ്ഞിട്ട് വേണ്ടേ കാണാൻ. അപ്പോൾ പുള്ളി സഭയിൽ ഒരാളെ അറേഞ്ച് ചെയ്തു, പാസ്റ്ററെ നാളെ ലേക്ക് ലാൻഡ് റിവൈവലിലോട്ടൊന്ന് കൊണ്ടുപോകണം. പുള്ളി രാവിലെ പറഞ്ഞു, അവനോട് പറഞ്ഞു രാവിലെ പോകണം. എന്നാലേ ഞാൻ പറഞ്ഞു പകുതി എനിക്ക് യോഗത്തൊന്നും പകുതിയിലൊന്നും ഇഷ്ടമല്ല, എനിക്ക് പോകുന്നെങ്കിൽ നേരത്തെ എല്ലാം, എനിക്ക് നിർബന്ധമുള്ള കാര്യം. നിങ്ങളെ പോലല്ല. ഈ ചില ആളുകൾ അഭിഷേകം കൂടുന്തോറും നേരം വൈകി വരുന്നവരാ. കൃപ കൂടുന്തോറും അവരെന്ത് ചെയ്യും, നേരം വൈകിക്കൊണ്ടേയിരിക്കും. നമുക്ക് അത്രയൊന്നും കൃപയില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ആദ്യമേ ചിലപ്പോൾ നമുക്ക് ആദ്യമായിരിക്കും വല്ലതും കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ആളുകൾ എനിക്ക് നേരത്തെ എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ 10 മണിക്കാണ് മീറ്റിംഗ്. ഞാൻ 9 മണിക്ക് അവിടെ എത്താനുള്ള ക്രമീകരണം ചെയ്തു. 9 മണിക്ക് എത്തി ഫ്രണ്ട് സീറ്റിൽ തന്നെ. കാരണം കേൾക്കുന്ന സംഭവങ്ങൾ മുഴുവൻ അങ്ങനത്തെയാണ്. ഇരുന്നു, ഭയങ്കര പാട്ട്, ഭയങ്കര കൂത്ത്. എൻ്റെ അപ്പ അവിടെ നടക്കുന്നത്. അന്നേരേ ആത്മാവോട് പറഞ്ഞു, ഇത് ശരിയല്ല, സംതിങ് ഈസ് റോങ്, ഇവിടെ എന്തോ പെശമുണ്ട്. എന്നാലും എന്ത് ചെയ്യരുത്, സംശയ വിചാരങ്ങളെ എന്ത് ചെയ്യരുത്, വിധിക്കരുത്, കാത്തിരിക്കാം. കുറച്ച് കഴിഞ്ഞപ്പം ഇവിടെ മെയിൻ ആള്
ഭയങ്കര കീബോർഡിൻ്റെ അകമ്പടിയോടും ഡ്രംപിൻ്റെ ഇതോടും അതിൻ്റെ ചാടാത്തവനും ചാടും. ഇത് കേട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൊണ്ട് ഇയാൾ ഇങ്ങോട്ട് ഇങ്ങനെ കയറി വരികയാണ്. അന്യഭാഷയും പറഞ്ഞുകൊണ്ടാണ് കയറി വരുന്നത്. പുറകെ പുള്ളിക്കാരൻ്റെ സെക്രട്ടറി ഉണ്ട്, ഒരു സ്ത്രീയുണ്ട്, സെക്രട്ടറിയാണ്, ഭാര്യയൊന്നുമല്ല, സെക്രട്ടറി ഉണ്ട്. അപ്പോഴേ എനിക്ക് എന്തായാലും ഇത് കാണട്ടെന്ന് ഞാൻ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു, നമുക്ക് പോവാം, ഇത് നമുക്ക് ദഹിക്കണില്ല, 100% ജഡമാണെന്ന് പറഞ്ഞാൽ. ഇത് ഈ കാണുന്ന ചാട്ടവും ഈ കാണുന്ന തുള്ളലും മുഴുവനും ജഡമാ. പുള്ളി എന്നോട് ചോദിച്ചു, പാസ്റ്റർ വരണമെന്നും പറഞ്ഞ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുവിടുന്നല്ലേ, നമുക്ക് കഴിഞ്ഞിട്ട് പോകാം. ഞാൻ പറഞ്ഞു, വേണ്ട, എൻ്റെ ആത്മാവ് എന്നെ വിട്ടിരിക്കാൻ സമ്മതിക്കുന്നില്ല. ഇറങ്ങി. ഒറ്റയാഴ്ച കഴിഞ്ഞില്ല, പത്രമാധ്യമങ്ങളിൽ മുഴുവൻ വന്നു. ഇയാളുടെ സെക്രട്ടറി ആയിട്ട് ഇയാൾ അവിഹിത ബന്ധത്തിൽ ജീവിക്കാം. അതോടുകൂടെ ലേക്ക് ലാൻഡ് റിവൈവല് നിന്നു. നാട് കിടന്നിടത്ത് കൂടെ പോലും ഇല്ല, അതുപോലെ ഒന്നും അവിടെ ഇല്ല. നടത്തിയ സഭ പോലും അടച്ചു പൂട്ടി വെക്കേണ്ടി വന്നു. ഡോണ്ട് ലിവ് ഇൻ എ യൂട്ടോപ്പിയൻ വേൾഡ്. ഒരു ഇല്ലാത്ത ലോകത്തിലും വല്ലാത്ത ലോകത്തിലും യാഥാർത്ഥ്യമല്ലാത്ത ലോകത്തിലൊന്നും ജീവിക്കുക.